കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ കുമ്പള മുതൽ ബന്ദിയോട് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുമ്പള ടൗണിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അണ്ടർ പാസേജും അപ്രോച്ച് റോഡും തമ്മിലുള്ള എക്സ്പാൻഷൻ വർക്കാണ് നിലവിൽ നടക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ മുകളിലായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത്. നമ്മുടെ കുമ്പള ടൗണിൽ നമുക്കൊക്കെ അറിയാം കുമ്പള ഭാഗത്ത് സർവീസ് റോഡ് വളരെ ചെറുതാണ്. അപ്പോൾ അണ്ടർ പാസേജ് വരുന്നത് നമ്മുടെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുമ്പള ടൗണിലോട്ട് പ്രവേശിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കിലൊക്കെ അനുഭവപ്പെടാറുള്ള സ്ഥലമാണ്. കൂടാതെ ഇവിടെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ തലശ്ശേരി ബൈപ്പാസിൽ അവിടെ ട്രാഫിക് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള സംവിധാനമാണോ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കുമ്പള പാലത്തിൻ്റെ പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ വർക്ക് അതിവേഗമാണ് ഇവിടെ പുരോഗമിച്ചിട്ടുള്ളത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ കുമ്പള പഴയ പാലത്തിൻ്റെ വർക്കും വളരെ ഫാസ്റ്റാണ് നമ്മളെ ULCC നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കൈവരികളുടെ നിർമ്മാണവും നടപ്പാതയുടെ നിർമ്മാണം ഈ പാലത്തിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഉടൻ ഇത് തുറന്നു കൊടുക്കുന്നതായിരിക്കും ഗതാഗതത്തിനായിട്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരിക്കാട് കഴിഞ്ഞുള്ള ഭാഗത്ത് ചെറിയ പുഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരിക്കാടി അണ്ടർ പാസേജിന് മുകളിലായിട്ട് നിലവിലിപ്പോൾ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ വർക്കുകൾ 90% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ മെയ് മാസത്തോടു കൂടി തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിലിപ്പോൾ അവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കും ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞാലുടൻ എനിക്ക് തോന്നുന്നത് അവിടെ തുറന്നു കൊടുക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കുമ്പള പാലം കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വെറ്റ് മിക്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇടത് ഭാഗത്തുള്ള റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ ആരിക്കാടി അണ്ടർ പാസേജ് കഴിഞ്ഞ് സിറിയ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 വരി പാത കൂടിയാണ് ഇരുവശത്തോട്ടും വാഹന ഗതാഗതം പോകുന്ന കേട്ടോ. നമ്മളങ്ങനെ കുമ്പള കോട്ടയുടെ അരികിലെത്തിക്കൊണ്ടിരിക്കുകയാണ്, ആരിക്കാടി കോട്ടയുടെ. ഇപ്പോൾ ഇവിടെ 2 ഭാഗത്തായിട്ടും ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ സർവീസ് റോഡ് ഇരുവശത്തോട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരിക്കാടി കോട്ടയാണ് നമ്മൾ ഈ ഇടതുവശത്തായിട്ട് കാണുന്നത്. ഇവിടെ തീ പിടിച്ചിട്ട് ഇപ്പോൾ മൊത്തം ഇവിടെയുള്ള കാടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം വാർത്തയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കുമ്പള കോട്ട. ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവും കുറേ ആളുകളും നിധി എടുക്കാൻ വേണ്ടി വന്ന് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച കഥയൊക്കെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ തീ പിടിച്ചതോടുകൂടി കുറച്ചും കൂടി വൃത്തിയായി നമ്മുടെ കുമ്പള കോട്ട. ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ, സംരക്ഷിക്കാണ്ട്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്, സംരക്ഷിക്കാണ്ട് നശിച്ചു പോകുന്ന നിലയിലേക്കാണ് പോകുന്നത്. എന്തായാലും അധികൃതർ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സംരക്ഷിച്ച് നമ്മളെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണ്ടേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നമ്മുടെ പ്രേക്ഷകർ ഭൂരിപക്ഷം പേരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ ഒരു ലൈക്ക് തന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ അരിക്കാടി ഭാഗത്തുള്ള ഈ റോഡിൽ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. ഇവിടെ മുതൽ 6 വരിപ്പാത മുഴുവനായിട്ടും നമ്മുടെ അരിക്കാടി അണ്ടർ പാസേജ് കഴിയുന്നത് വരെ തുറന്നു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ പോവുകയാണ്. കൂടാതെ ഈ ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം നമ്മുടെ തലപ്പാടി മുതൽ ഉപ്പള വരെ, ഉപ്പള ഗേറ്റ് കഴിയും ഭാഗം വരെ 3 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മഞ്ചേശ്വരം വരെ മുഴുവനായിട്ടും 6 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടം വരെ സർവീസ് റോഡ് ഓക്കെയാണ്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഇനിയും സർവീസ് റോഡിൻ്റെ വർക്ക് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല. കൂടാതെ രണ്ട് ഭാഗത്തായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇടത് ഭാഗത്തുള്ള 3 വരി പാതയിൽ ഇനിയും ടാറിംഗ് പ്രവൃത്തികൾ കഴിയാൻ ബാക്കിയുണ്ട്. നമ്മൾ കുമ്പോൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കൊണ്ടിരിക്കുന്നത്. കുമ്പോൽ ഭാഗത്ത് ചെറിയൊരു ആളുകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിലവിൽ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് 3 വരി പാത കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് സ്ലോ ആയിരുന്നു. നേരത്തെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ. നിലവിൽ നല്ല സ്പീഡായിട്ടാണ് വർക്ക് പുരോഗതി പോകുന്നത്. അപ്പോൾ വലത് ഭാഗത്തായിട്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഇനി ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഉടനെ പുതിയ പാലം തുറന്നു കൊടുക്കുന്നതായിരിക്കും. നിലവിൽ ഈ പഴയ പാലത്തിൽ കൂടിയാണ് ഇരുവശത്തോട്ട് വാഹന ഗതാഗതം പോകുന്നത് കേട്ടോ. ഇവിടെയും പാലം 3-2, അപ്പോൾ പഴയ പാലം പൊളിക്കാതെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ 3 വരിപ്പാത പുതിയതും പഴയത് 2 വരിപ്പാത. ഈ പുതിയ പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി പഴയ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ ഒരു ബാനർ നേരത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ പാസേജ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും ഇവിടെ അണ്ടർ പാസേജ് ഇല്ല. നിലവിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തി വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങുകയാണ്. എന്തായാലും 3 വരിപ്പാത കൂടിയാണ് ഇനി മംഗലാപുര ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ ചതുപ്പുള്ള പ്രദേശമായി നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് നിലവിൽ ഈ പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെറിയ കുന്നിൽ ഭാഗത്ത് ചെറിയൊരു അണ്ടർ പാസേജ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അതിൽ കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുകയാണ് കേട്ടോ. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ 3 വരിപ്പാത കൂടിയാണ്, ഇടതുഭാഗത്തുള്ള റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇനി വലതുഭാഗത്തുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്. 2 ഭാഗത്തായാലും ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ താഴ്ന്ന പ്രദേശമായിരുന്നു, ഇപ്പോൾ മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ടാണ്, നല്ല ഉയരത്തിലാണ് ഇവിടെ 6 വരിപ്പാത വരുന്നത്. നമ്മളങ്ങനെ ഷിറിയ കുന്നിൽ ഭാഗത്തോട്ട് പോവുകയാണ്. ഷിറിയ കുന്നിൽ ഭാഗം മുതൽ മുട്ടം വരെ 6 വരിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 3 വരിപ്പാത കൂടിയാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്.
മുട്ടം ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുട്ടം ഭാഗത്ത് അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. നിലവിലിവിടെ അണ്ടർ പാസേജ് ഇല്ല. ജനങ്ങൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബന്ദിയോട് ബന്ദിയോട് ഓവർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഓവർ പാസേജിൻ്റെ താഴെയായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നിലവിൽ നടക്കുന്നത്. നമ്മുടെ തലപ്പാടി മുതൽ ഉപ്പള മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വരെ മുഴുവനായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് 3 വരിപ്പാതയിൽ നടക്കാൻ ബാക്കിയുള്ളത്. ഒരു ട്രെയിൻ പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിൻ പാളത്തിന് സമാനമായ തന്നെയാണ് ദേശീയ പാത 66 കടന്നു പോകുന്നത്. എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും കൂടാതെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ വർക്കുകളും ഇപ്പോൾ അതിവേഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുതൽ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്ന് 3 വരിപ്പാത കൂടിയാണ് ഇരുവശത്തോട്ടും ഗതാഗതം പോകുന്നത് കേട്ടോ. ഇവിടെ 6 വരിപ്പാത മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഓവർ പാസേജിൻ്റെ താഴെയായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. കൂടാതെ സോയിൽ നെയിലിങ്ങിൻ്റെ ഭാഗത്തുള്ള വർക്കും കുറച്ചും ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ മുഴുവനായിട്ടും ഈ 6 വരിപ്പാതയും ഇവിടുത്തെ സർവീസ് റോഡും റെഡിയായി. നമ്മുടെ ബന്ദിയോട് അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദിയോട് ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു വികസനമാണ് നമ്മുടെ ദേശീയപാത വരുന്നതോടുകൂടി കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.